ഇത് ഇതിനകത്ത് എല്ലാവരും വീണ എന്ന് പറയുന്നില്ല. ഇത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയനാണ് പ്രതി. വീണ ഇതിനകത്ത് ഒരു ഇടനിലക്കാരി മാത്രമാണ്. അല്ല, അത് അടുത്ത ഘട്ടത്തിൽ വരും. SFI അന്വേഷണം കമ്പനി കാര്യമാണ്, അതിൽ വീണ മാത്രമേ ഉള്ളൂ. അല്ല, അതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ട ഇടിയാണ്. പക്ഷെ ഒരു കാര്യം സന്തോഷമുണ്ട്, ഇന്ത്യൻ നിയമവ്യവസ്ഥയെ സ്വാഭാവികമായിട്ടും സ്വാധീനങ്ങൾ കൊണ്ടും വ്യവഹാരങ്ങൾ കൊണ്ടും താമസിപ്പിക്കാൻ കഴിയും. പക്ഷേ ഒരിക്കലും ഇന്ത്യൻ നിയമവ്യവസ്ഥയെയും വ്യവസ്ഥിതിയെയും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയാണ് ഈ വിധി. തീർച്ചയായിട്ടും ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ യാതൊരു തടസ്സമില്ല. സുപ്രീം കോടതിയെ സമീപിക്കാൻ അവർ സമയം ചോദിച്ചിട്ട് പോലും കോടതി അനുവദിച്ചില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നടപടി, തെളിവുകൾ പ്രത്യേകിച്ച് ശേഖരിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം വീണ SFI എൻക്വയറിയിൽ തന്നെ വീണ പ്രതിയായിട്ടുള്ള, അതായത് സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം SFI എൻക്വയറി തന്നെ വ്യക്തമാണ്.